മൊത്തമുള്ള ഉയണം. വലത് കാല് വെച്ച് കയറും. വലത് കാല്. ആ അങ്ങനെ. ആ ഈ നിലവിള കയ്യിൽ കൊടുക്കും. മതി 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 മതി. ബാക്കി ഭാഗം എന്റെ ഭാര്യക്കുള്ളതാ. മോള് ഗ്ലാസ് വാങ്ങിക്കൂ. ആ പാല് കുടിച്ചോളൂ. ആ ആ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് ഭാഗീരഥിയുമായി വീട്ടിൽ വന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. പകുതി പാല് കുടിക്കാൻ പോലും ഭാഗീരഥി സമ്മതിച്ചില്ല. ഗ്ലാസ് പിടിച്ചു വാച്ചില്ലേ കുടിച്ചു കളഞ്ഞത്? അല്ല, അത് സ്ത്രീകളുടെ ഒരു അവകാശമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരെ ആരുടെ എത്തിരി കഴിക്കാറില്ല. അതൊരിക്കലും ശരിയല്ല മിസ്റ്റർ സുഗത. ഭാര്യ ഭർത്താവിന്റെ ശിഷ്ടം കഴിക്കണം. അത് ഒരു കുടുംബശ്രീയുടെ ലക്ഷണമാണ്. ഭർത്താവ് ഊണ് കഴിച്ച പാത്രത്തില് ഭാര്യമാരുണ്ടാവും. മരിക്കുന്നത് വരെ ഞാനുണ്ട പാത്രത്തിലെ ഭാഗീരഥി ഊണ് കഴിച്ചിട്ടുള്ളൂ. ഭാഗീരഥി ആരാ? എന്റെ ഭാര്യ കൊണ്ട് പറയല്ല. അങ്ങനൊരു സ്ത്രീയെ കിട്ടില്ല സുഗതം പിള്ളേ. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതെ, അച്ഛനില്ലേ? അച്ഛൻ മരിച്ചുപോയി. ശ്യാമൻ എന്താ എപ്പോഴും മുഖം കുനിച്ചിരിക്കുന്നത്? ഇതുവരെ നാളെ മാറിയില്ലേ? തറവാട്ട് പറഞ്ഞ പെൺകുട്ടികളൊക്കെ അങ്ങനെ. നമ്മുടെ മുമ്പിൽ ഇത്രയും കാണോ ഞാൻ മണവറയിലെത്തുമ്പോഴോ? കണ്ടില്ലേ, അവക്ക് ഇപ്പഴേ മണവറയിലെ ചിന്തയാ. മൊട്ടന്ന് വിരിഞ്ഞേ ഉള്ളൂ. ചേട്ടനെ കൂടി കൊണ്ടുപോകാമെന്ന് സുരേഷ് സമ്മതിച്ചോ? എന്തുകൊണ്ട് ഞാൻ കൂടി പൊയ്ക്കൂടാ? എനിക്കൊരു മരുമകളെ കിട്ടിയത് ഇപ്പോഴാ. ഒരു മരുമകളുടെ പരിചരണം എങ്ങനെയാണെന്നുള്ളത് എനിക്കൊന്നറിയാം. അമ്മ കുടിക്കൂ. അല്പം ആദ്യം അമ്മയാണ് കുടിക്കേണ്ടത്. എനിക്ക് ശ്യാമയുടെ കണ്ണുകൾ എന്തിഷ്ടമായ കണ്ണിന് മാത്രം. ഈ മൂക്കും പിന്നെ ഈ ചുണ്ടുകളും പിന്നെ ഈ കഴുത്തും പിന്നെ പിന്നെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ശ്യാമേ. ശ്യാമേ. സുരേഷേ, സുരേഷേ, എന്താ ഛാ? നീ എന്റെ സ്വപ്നം കാണോ? ഇല്ല ഛാ, ഞാനൊന്ന് മയങ്ങിപ്പോയി. കണ്ണു തുറന്നു വെച്ചോണ്ടോ മയങ്ങുന്നത്? അല്ല, ഞാൻ കണ്ണു തുറന്നിരിക്കേ. നീ ഒരു ഡോക്ടറാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് നിന്റേത്. അങ്ങനെയുള്ള നീ ദിവാസ്വപ്നം കാണാൻ തുടങ്ങിയുള്ള അനുഭവം അറിയാമല്ലോ. ഇല്ല ഛാ. അങ്ങനെ ഉരുണ്ട് കളിക്കാൻ പറ്റും വേണ്ട. നിന്നെ കാണാൻ ആരാണ്ടൊക്കെ വന്നിരിക്കുന്നു. അങ്ങോട്ട് ഇന്ന് സംസാരിക്ക്. ദിവാസ്വപ്നം കാണുന്ന ഒരു സുഖമാണേ, അതും കല്യാണമാണ്. എന്താ ഇത്? ശ്യാമള കരയുന്നു. സത്യം പറയും, ശ്യാമളയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹമായിരുന്നു ഇത്. മടിക്കണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശ്യാമളയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായാണോ ഈ വിവാഹം നടത്തിയത്? പിന്നെ പറയൂ, ശ്യാമള ആരെങ്കിലുമായി സ്നേഹത്തിലായിരുന്നു? അല്ല. പിന്നെ കണ്ണീരിന്റെ അർത്ഥം? ഓ,
എനിക്കല്പം പ്രായം കൂടിപ്പോയത് കൊണ്ടാവും. പക്ഷേ ശ്യാമളയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഈ വിവാഹം ശ്യാമളയ്ക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ? അതുകൊണ്ടല്ല. പിന്നെ ഏതൊരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷമാണിത്. ഇവിടെ വെച്ചൊരു പെണ്ണ് പൊട്ടിക്കരയണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അതെനിക്കറിയണം. ഞാനാണ്. പറയൂ, എന്തായാലും എനിക്കതറിയണം. അങ്ങ് ക്ഷമിക്കണം. ഞാൻ തെറ്റുകാരിയാണ്. തെറ്റുകാരിയോ? എന്ത് തെറ്റ്? ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങ് വഞ്ചിച്ചിട്ടില്ല. ഞാൻ പാവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് ക്ഷമിക്കണം. എഴുന്നേൽക്കൂ, നീ എഴുന്നേൽക്കൂ. സാരമില്ല. എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ഞാൻ ഗർഭിണിയാണ്. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കാൻ. എന്നോട് എന്തിനു നീ ഇത് ചെയ്തു? അറിഞ്ഞുകൊണ്ട് എന്തിനു നീ എന്റെ ജീവിതം തുലച്ചു? അങ്ങയുടെ ജീവിതം തുലയ്ക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആശിച്ചിട്ടില്ല. എങ്കിലും സംഭവിക്കുമായിരുന്നില്ല. ദേവിചേതനെ വിശ്വസിക്കൂ, ഞാൻ നിരപരാധിയാണ്. ഒരിക്കലുമല്ല, നിരപരാധി പോലും. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഭാര്യ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്ന്, നിരപരാധിയാണെന്ന്. എന്തിനോട് ചതി ചെയ്തു? എല്ലാം നശിച്ചു. കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എല്ലാം ഇതോടെ തീർന്നു. എന്റെ മനസ്സമാധാനവും തകർന്നു. ഞാൻ അന്നേ പറഞ്ഞതാണ് വിവാഹമേ വേണ്ടെന്ന്. വയസ്സുകാലത്ത് വേണ്ടാത്തതിനെയെല്ലാം തലയിൽ കയറ്റി വെച്ചു. ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ചോദിക്കുന്നോട് എന്ത് സമാധാനം പറയും? തെറ്റെന്റേത് തന്നെ. അതിന് അങ്ങ് തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. വേണമെങ്കിൽ എന്നെ കൊന്നോളൂ, ഞാൻ പാപിയാണ്. പറയൂ, ആരാണ് ഉത്തരവാദി? എന്നൊരു ദ്രോഹി ചതിച്ചതാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന മുഴുവൻ അങ്ങൊന്ന് കേൾക്കണം. അങ്ങയ്ക്കറിയാമല്ലോ, ഞാനൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി ചെയ്യായിരുന്നുവെന്ന്. എന്റെ കലികാലം ആരംഭിച്ചത് അവിടെയാണ്. That's right. But I didn't get it. No. That's right. I'll intimate you. Okay. Surely. Oh yes, thank you. സർ, Yes. This is a very important letter, you know. Dispatch it today, sir. Okay? യെസ് സർ. കുഞ്ഞ്, തമ്പി സാർ വിളിക്കുന്നു. അത്യാവശ്യമായ 2 ലെറ്ററുകൾ കൂടി ഇന്നത്തെ പോസ്റ്റിൽ അയക്കണം. മണി 5 ആയി. എങ്കിലും അതുകൂടി ടൈപ്പ് ചെയ്തിട്ട് ശ്യാമള പോയാൽ മതി. എന്ത് പറയുന്നു? ശരി സർ. Then take your seat. Okay. Mrs. Kalpana Enterprises, 145 Sir PM Road, Bombay 83. We acknowledge with thanks the receipt of your letter number 486 dated 3/4/1983. Dated 3/4/1983. ഞാൻ സ്റ്റോർ വരെ ഒന്ന് പോവാ. ഒരു സാധനം വാങ്ങിച്ചോണ്ട് ഉടനെ വരാം. ശരി.
ശ്യാമള ചായ കുടിച്ചില്ലേ? ഇല്ല, കുടിക്കാം സാർ. ചായ കുടിക്കൂ. അയ്യോ, ഞാൻ എടുത്തോളാൻ മരുന്നില്ല സാർ. സാരമില്ല, കുടിക്കൂ. ശ്യാമളയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം.
മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ, ഏ പെണ്ണേ. മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ, ഇന്ന് നിന്നെ അണിയിച്ചൊരുക്കാൻ വന്നുവല്ലോ വസന്തം വസന്തം. മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ, ഇന്ന് നിന്നെ അണിയിച്ചൊരുക്കാൻ വന്നുവല്ലോ വസന്തം വസന്തം. മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ. ഇതുവരെ പൂക്കാത്തോരഭിലാഷങ്ങൾ ഇടനെഞ്ചിലറിയാത്ത കുളിർപ്പാകിയോ. ഇതുവരെ പൂക്കാത്തോരഭിലാഷങ്ങൾ ഇടനെഞ്ചിലറിയാത്ത കുളിർപ്പാകിയോ. മിഴിയണയടഞ്ഞാലും തൊഴുകയ്യം ഉയർന്നാലും മനതാരി തെളിഞ്ഞിടും പ്രഭ തൂകും പ്രിയന്റെ രൂപം. പ്രാണപ്രിയനെ കാണുന്ന നേരം നാണം കൊണ്ടു തൊടുത്തുവോ. പ്രാണപ്രിയനെ കാണുന്ന നേരം നാണം കൊണ്ടു തൊടുത്തുവോ. അരികത്തണയുമ്പോൾ അവൻ പുൽകാനൊരുങ്ങുമ്പോൾ ഉലകങ്ങൾ പൊതിയുന്ന നിമിഷത്തിൽ മയങ്ങുന്നു നീ. മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ, ഇന്ന് നിന്നെ അണിയിച്ചൊരുക്കാൻ വന്നുവല്ലോ വസന്തം വസന്തം. മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ. ലാ 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 ലാ. ആഹാ 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 ആഹാ. ഞാൻ കുഞ്ഞിന്റെ ഓഫീസിൽ പിയൂണാ. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം. ശ്യാമളേ, ദാ വരുന്നമ്മേ. എന്താ കുഞ്ഞിരാമ? കുഞ്ഞെന്താ ഒരു മാസമായിട്ട് ഓഫീസിൽ വരാത്തെ? വരുന്നില്ല. എന്താ സുഖമില്ലേ? ആ, ആ പിന്നെ തമ്പി മുതലാളി പറഞ്ഞു കുഞ്ഞിനെ ഉടൻ വിളിച്ചോണ്ടിത്തല്ലേ. അയാളോട് പറ എനിക്ക് അയാളുടെ ജോലി വേണ്ടെന്ന്. എന്താ കുഞ്ഞെ? അതെന്തെങ്കിലും ആട്ടെ, താൻ പൊയ്ക്കോളൂ. ഏതായാലും ഒരു വന്നില്ലേ മോളെ, നിന്നെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. വേണ്ടമ്മേ, എന്നെ ആരും കാണണ്ട. ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ദേ, ഇത് നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമാണ്. കൊള്ളാവുന്ന ആണുങ്ങൾ വീട്ടിൽ വന്നിരിക്കുമ്പോ മര്യാദയോട് കാണിക്കാമോ? ഞാൻ ഒരു സമ്പ്രദായം എടുക്കാം. ഞങ്ങൾക്ക് പോയപ്പം തിടുക്കമുണ്ട്, പെണ്ണിനെ കണ്ടില്ലല്ലോ. ദേ, കേട്ടില്ലേ? നീന്റെ മാനം കെടുത്തരുത്. ഈ ചായ കൂടെ കൊടുക്ക്. എനിക്ക് വയ്യമ്മേ. കൊടുക്കും മോളെ, അല്ലെങ്കിൽ അവരിങ്ങോട്ട് കയറി വരും. പിടിക്ക, ചെല്ല്. അല്ല, പെണ്ണ് വാതൊക്കെ തന്നെ നിൽക്കുകയാണോ? നാളമായിരിക്കും. അങ്ങോട്ട് ചെല്ലു മോളെ.
നാണിക്കും മറ്റും വേണ്ട. ചെറുക്കൻ വന്നിട്ടില്ല. ഞാൻ ചെറുക്കന് തന്തപ്പടിയാ. എനിക്ക് പെണ്ണിനെ പിടിച്ചാൽ കല്യാണം നടക്കും. നീ എന്ത് പറഞ്ഞാലും ഇനി ഈ കല്യാണം നടന്നേ പറ്റൂ. നിന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടറാണ്. അല്പം പ്രായം കൂടുതലുണ്ടെന്നല്ലാതെ ഒരു കുറ്റവും പറയാനില്ല. ഇതുപോലെ ഒരു ബന്ധം നമുക്കിനി സങ്കല്പിക്കാൻ കൂടി ഒക്കില്ല മോളെ. അർഹതയുള്ളത് ആഗ്രഹിക്കാൻ പാടുള്ളൂ അമ്മേ. ഞാൻ തെറ്റ് ചെയ്തോളാം മോളെ ഒരിക്കലും വേണ്ട. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. അറിഞ്ഞുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു അബദ്ധം പറ്റിപ്പോയെന്നല്ലേ ഉള്ളൂ. അതിനെ ആരും അറിയാതിരുന്നാ മതി. അമ്മേ സാരമില്ല മോളെ, നീ അതൊന്നും മറക്ക്. ഒരമ്മയുടെ വേദന നിനക്കറിയില്ല. അടുത്ത ആഴ്ച കല്യാണം നടത്താമെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തു കഴിഞ്ഞു. ഇനി അത് നടന്നേ പറ്റൂ. എന്റെ മോള് വാ. അല്ല, ഇത് കഴിക്കാതെ അവളെ എവിടെ പോയത്? ശ്യാമളേ, മോളെ, ശ്യാമളേ, മോളെ, മോളെ, മോളെ. അയ്യോ, ചതിച്ചു ദൈവമേ. മോളെ. ഇല്ലമ്മേ, ഈ കല്യാണം നടക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് ആ മനുഷ്യനൊന്നും ചതിക്കില്ല. അയ്യോ, എന്റെ മുന്നിൽ അങ്ങനെ പറയരുത്. മറ്റൊന്ന് കല്യാണമാണ്. പണം അല്പം കുറവാണെങ്കിലും നമ്മൾ അന്തസ്സുള്ള തറവാട്ട് വരില്ലേ. ഈ കല്യാണം മുടങ്ങി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. എന്ത് സംഭവിച്ചാലും ഇതേ സമ്മതിക്കില്ല. മോളെ, പിഴച്ചുപോയ എനിക്ക് ഇനി എന്തെന്തസാണമ്മേ. എന്തുകൊണ്ട് ഈ കല്യാണം നടത്തുന്നില്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? മോളെ പിഴച്ചുപോയെന്ന് പറയണം. എടീ, ഈ ചീത്തപ്പേരുണ്ടാക്കിയ നീയാണ്. എന്നിട്ടും ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ല അല്ലേ? ഇക്കാര്യത്തിൽ മാത്രം എന്നെ നിർബന്ധിക്കരുത്. അന്ന് ക്ഷമിക്കണം. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ, ഞാൻ ജീവനോടെ ഇരിക്കുമെങ്കിൽ നിശ്ചയിച്ച സമയത്ത് ഈ വിവാഹം നടത്തും. ഇല്ലമ്മേ, ഇല്ലേ? ഇല്ല. അമ്മ ഇനി എന്നെ നിർബന്ധിക്കരുത്. ശരി, എങ്കിൽ നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ. ഞാൻ കല്യാണത്തിന് സമ്മതിച്ചമ്മേ. എന്നോട് ക്ഷമിക്കമ്മേ. എനിക്കെന്റെ അമ്മ വേണം. ഇത്രയും പറഞ്ഞതിൽ ഒരക്ഷരം പോലും അങ്ങേ കബളിപ്പിക്കാൻ വേണ്ടി ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. എല്ലാം എന്റെ വിധി. ഈ വിവാഹം നടക്കാതിരിക്കാൻ എന്നാൽ കഴിവുള്ളതൊക്കെ ഞാൻ ചെയ്തതാണ്. പക്ഷെ ഇത് നടക്കാൻ കാരണം അങ്ങാണ്. അന്ന് വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് നേരാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു? ആട്ടെ, ഇനി എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്തിനു വെറുതെ ഈ കരച്ചിൽ? പെണ്ണിങ്ങനെ കരച്ചിൽ കണ്ടാൽ എന്റെ ഹൃദയം അണിഞ്ഞു പോകുമോ? ഈ ബന്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്നോടൊന്നും ചോദിക്കണ്ട. അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യൂ. എന്തായാലും ഞാൻ തെറ്റുകാരിയാണ്. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഈ വിവരം നമ്മൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല, അറിയാൻ പാടില്ല. തത്കാലം നമ്മൾ ഭാര്യാഭർത്താക്കന്മാരാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ. മനസ്സിലായല്ലോ? പക്ഷേ ഒരു കാര്യം, എന്റെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യന്റാണ്.
ഈ വിവരം വല്ലതും അദ്ദേഹം അറിഞ്ഞാൽ അച്ഛന്റെ ജീവൻ കൂടി സമാധാനം പറയേണ്ടി വരും. അച്ഛനെ കരുതി മാത്രമാണ് ഇങ്ങനൊരു നാടകത്തിന് ഞാൻ ഒരുങ്ങുന്നത്. അങ്ങ് കട്ടിൽ കിടന്നുള്ളൂ, ഞാനിവിടെ കിടന്നോളാം. വേണ്ട, ഞാനിവിടെ കിടന്നോളാം. സുരേഷ്, ശ്യാമളെ, പിള്ളേർ ഇതുവരെ എഴുന്നേറ്റില്ലേ? അച്ഛൻ എന്താ അച്ഛാ? നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? എത്ര നേരമായി വിളിക്കുന്നു? പണി ഇട്ടായില്ലേ? ചായ കുടിക്കൂ. ചായ അവിടെ വെച്ചേക്കൂ. ചായ കുടിച്ചില്ലേ? ഞാൻ പിന്നെ കുടിച്ചോളാം. അത് വേണ്ട, ഇപ്പൊ കുടിക്കണം. അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കും എന്താ കുടിക്കാത്തതെന്ന്. ഇനിയുള്ള കാലം എനിക്കെന്റെ മോളുടെ കൂടെ തന്നെ കഴിയണം. എങ്കിലൊരു കാര്യം ചെയ്യാം അച്ഛാ, ശ്യാമള ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം. അങ്ങനെ ഇപ്പം വേണ്ട. നിന്റെ കൂടെ ശ്യാമളയും വരും, അവളുടെ കൂടെ ഞാനും വരും. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് കഴിയുന്ന എനിക്ക് കാണണം. അതെന്റെ ഒരു കൊതിയാ. അല്ല, ഞാൻ പറഞ്ഞത് നീ ഒന്നും പറയണ്ട. നാളെ രാവിലെ നമ്മൾ 3 പേരും യാത്ര തിരിക്കുന്നു. ഇതാണോ നീ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞ വീട്? അതെ. ഇത്രയും വലിയ വീടാണെന്ന് ഞാൻ കരുതിയില്ല. മദന, പെട്ടി സാധനങ്ങളോട് താഴത്തുകൊണ്ട് വെക്കേ. മോക്ക ഈ വീട് ഇഷ്ടപ്പെട്ടോ? പുറം മാത്രം കണ്ടാൽ മതിയോ? അകത്തുകൂടി കയറിയാലല്ലേ ഇഷ്ടപ്പെട്ടോന്ന് പറയാനൊക്കൂ. എന്താ നിന്റെ പേര്? മദനൻ. 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 എന്താ ജോലി? ഡ്രൈക്കു എന്ന് വെച്ചാ ഡ്രൈ എന്ന് വെച്ചാൽ ഡ്രൈവിംഗ്, കു എന്ന് വെച്ചാൽ കുക്കിംഗ്. ഡോക്ടർ സാർ എന്നെ കൊണ്ട് 2 പണിയും ചെയ്യിക്കൂ. പെട്ടിയെടുത്താ പോയി. ഇവിടെ അടുപ്പില്ലേ? അടുപ്പോ? അതല്ലേ ഇവൻ. വിറകുവെച്ചെത്തിയിരിക്കുന്നത്? വിറകോ? ചേച്ചി, ഇവിടെ കറണ്ടിന്റെയും ഗ്യാസിന്റെയും പരിപാടി മാത്രമേ ഉള്ളൂ. ഇവിടെ കൈ കൊണ്ടുള്ള അരപ്പും പൊടിപ്പും ഒന്നുമില്ല, എല്ലാം ഇവ ചെയ്തോളും. യന്ത്രം മിസ്കി. അതെ, ചേച്ചി വരുന്നതിന് മുമ്പ് തന്നെ സാറെ എല്ലാം കരുതിയിരിക്കാം. അങ്ങോട്ട് പോ, വരൂ. ഇനി കാണിച്ച പോലെ പോലെ. ഇവനറിയാമോ, ഡബിൾ ഡക്കർ. ഇതിനകത്ത് എന്ത് സാധനം വെച്ചാലും ഇതുപോലെ ഇരിക്കും. നല്ല തണുപ്പാ. ഫോറിനാ സാധനം. ഇനിയും കാണിച്ചു തരട്ടെ. ഓ, ഇതിനകത്തൊന്നും ഇല്ലേ, ഇപ്പം കാലിയാ. ഇനി ചേച്ചിയാണ് ഇതൊക്കെ നടക്കേണ്ടത്. പിന്നെ ചേച്ചിയുടെ ബെഡ്റൂം കാണണ്ടേ? സ്റ്റേജിലെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഇടത്ത് വശത്ത്. അതാ വിളമ്പുമല്ലോ. വേണ്ട അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. സാരമില്ല, നിനക്കെന്താ ഞങ്ങളോട് 1 ഊണ് കഴിച്ചാല്? നീ പറഞ്ഞാലോ ഉള്ളൂ. ഊണ് കഴിക്കൂ. വേണ്ട, ഞാൻ പിന്നീടുണ്ടോളാം. നിങ്ങൾ കഴിക്കൂ. നമുക്ക് ഊണ് കഴിക്കാം അച്ഛാ. പറയാനല്ലേ നോക്കൂ, പിടിച്ചിരുത്താൻ നോക്കുമോ? അല്ല, മോൾ ഊണ് കഴിച്ചു കഴിഞ്ഞില്ലേ? തീരാറായി. സുരേഷ് എവിടെ? മുകളിൽ പോയി. മദനോ? മദനൻ ഞാനിവിടെ ഉണ്ട്. ചോറുണ്ടോ? നീ ഊണ് കഴിച്ചിട്ട് എന്നെ മുറിയിലേക്കൊന്ന് വാ. അച്ഛാ, മുറിയിൽ പാലുകൊണ്ട് വെച്ചിട്ടുണ്ട്. കിടക്കുന്നതിന് മുമ്പ് മരുന്നും കഴിക്കണേ.
രക്ഷപ്പെട്ടു. അമ്മേ, അയ്യോ, കാലം എടുക്കണേ. ഞാൻ മണ്ടൂസം പറ്റുമല്ല എന്നെ പറ്റിക്കാനേ. നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സാധിക്കില്ല. അതെനിക്ക് അച്ഛനില്ലല്ലോ. അച്ഛനില്ലേ? പിന്നെ എങ്ങനെ ഉണ്ടായി? അയ്യോ അതല്ല, എന്റെ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്ന്. നിന്റെ മാത്രമല്ലടാ, മിക്കവരുടെയും തന്തമാരിപ്പൊ ജീവിച്ചിരിപ്പില്ല. എന്റെ ഒരു ഗതികേടെ, ഡ്രൈവറായിട്ടാണ് ജോലി കിട്ടിയത്. പിന്നെ അടുക്കളക്കാരനായി. ഇപ്പൊ കാലെടുത്തോ മണിയടി. എന്നോടാ പറഞ്ഞത്? അല്ല, ഇവിടെ ഭയങ്കര കൊതുക്. എവിടെ? നീ കൊതുകിനെ കൊല്ലുകയാണോ അതോ എന്നെ കൊല്ലുകയാണോ? കൊതുകിനെ നൊന്തോ? ധാരാളം തന്നു. തിരുമോ അങ്ങനെ അങ്ങനെ. എന്തിനാ ഇത്? ആശുപത്രിയിലേക്ക് പോകുമ്പോ ധരിക്കാൻ. ഇതൊക്കെ എനിക്കറിയാമല്ലോ. എന്നെ ആരും സഹായിക്കണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതിനാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. തുടങ്ങിയല്ലോ. കാര്യം പറയുമ്പോ കരയുന്നതിന് മറ്റുള്ള മുമ്പിലെങ്കിലും ഇത് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവിടെ വെച്ചേക്കൂ, ഞാൻ എടുത്തോളാം. നീ ആശുപത്രി പോയി ഇറങ്ങിയതാണോ? അതെ. നീ സാമ്പാർ ഒഴിക്കൂ. അച്ഛനും കൂടെ ഇഡലി വരട്ടെ? അയ്യോ, എനിക്ക് വേണ്ട മോളെ. ഞാൻ രാവിലെ ഒന്നും കഴിക്കില്ലെന്ന് അറിയാമല്ലോ. അതൊക്കെ ഇല്ല, കഴിക്കാതിരുന്നിട്ടാ ശീലമായത്. അയ്യോ, എനിക്ക് വേണ്ട മോളെ. അത് അച്ഛന്റെ തോന്നല, കഴിക്കണം. ആ, മതി. വേണ്ട വേണ്ട. വേണം. കഴിച്ചോടാ, നല്ല രുചിയുള്ള ഇഡലിയാ. കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആർക്ക് തന്നെയാണ് രാവിലെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ കാപ്പി കൊണ്ടുവരാം. രാവിലെ ഒന്നും കഴിക്കാത്ത അച്ഛൻ 2 ഇഡ്ഡലി തിന്നല്ലോ. അതാ മോനെ ഐശ്വര്യമുള്ള പെണ്ണ് കുടുംബത്തിൽ വന്ന് കേറിയാൽ ഉള്ള ഗുണം. അച്ഛന് ഒരു ഇഡലിയൂടെ കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ട. അല്ല, എനിക്ക് വേണ്ട മോളെ. എന്ത് ചെയ്യാനാണ്? ഒന്നാമത് രാവിലെ ഒന്നും കഴിക്കില്ല. അതിനോട് ഇങ്ങനെ ഇഡലി എത്തിക്കുക, ഞാൻ എന്തോന്ന് ചെയ്യാൻ? അയ്യോ, സുരേഷ് ടെലസ്കോപ്പ് കൊണ്ടുപോയില്ല. വേഗം കൊണ്ട് കൊടുത്തിട്ട് വാ. പോകല്ലേ? അഭിനയം കൊള്ളാം, പക്ഷെ അല്പം കൂടിപ്പോകുന്നു. ഹലോ സുരേഷ്. ഏയ് ജയൻ. ഞാൻ ജയന് ഫോൺ ചെയ്യണമെന്ന് കരുതിയാണ് വന്നത്. പേടിയ വള്ളി കാലി ചുറ്റി. നിങ്ങൾ എപ്പോഴും ഇവിടെ എത്തി? ഇന്നലെ വൈകുന്നേരം. താൻ നല്ല ആള് തന്നെ. ഇങ്ങനെയാണോ കല്യാണത്തിന് വരുന്നത്? ക്ഷമിക്കണം സുരേഷ്, ഞാൻ തലയൂരാൻ വയ്യാത്തൊരു കേസിൽ കുടുങ്ങിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും വിവാഹത്തിന് വരാൻ ഒരുങ്ങിയിരുന്ന അതിന്റെ പരിഭവം സുഷമയ്ക്ക് ഇതുവരെ തീർന്നിട്ടില്ല. സുഷമയെങ്കിലും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതെങ്ങനെ? ഇത്രയും ദൂരം അവളെ ഒറ്റയ്ക്ക് അയക്കുന്നത് എങ്ങനെയാ? വലിയ നിരാശയായിപ്പോയി. ഐ എം റിയലി സോറി. വരാതിരുന്നപ്പോഴേ ഞാൻ ഊഹിച്ചു താൻ ഏതോ കേസിൽ കുടുങ്ങിപ്പോയതാണെന്ന്. എന്ത് ചെയ്യാനാ? ഡിപ്പാർട്ട്മെന്റിൽ ഏത് കേസ് വന്നാലും ഞാൻ തന്നെ വേണം. അല്പം മിടുക്കനായി പോയുള്ള കുഴപ്പമാ. അതിരിക്കട്ടെ, വൈഫ് എങ്ങനെ? അവളൊരു പാവമാണ്. പാവമെന്നാൽ എല്ലാം അനുസരിക്കുമെന്നല്ലേ? ഏതായാലും ഉറക്കം തീരെയില്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. ആ, ജയനന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. അച്ഛനും വന്നിട്ടുണ്ട്. ഓഹോ, നിങ്ങളുടെ ഈ ഹണിമൂൺ ട്രിപ്പിൽ തന്നെ മൂപ്പിൽസ് വരണ്ടായിരുന്നു. താൻ പോടും. എന്ത് പറഞ്ഞാലും തനിക്ക് തമാശയാ.
ആട്ടെ, നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് വരുന്നത്? ഇന്ന് വൈകുന്നേരം തന്നെ വരും. സുഷമ മിസസ് സുരേഷിനെ കാണാൻ കൊതിയോടിരിക്കുക. വരൂ, വൈകുന്നേരം കാത്തിരിക്കാം. ഓക്കെ. എന്താ ലോറി പിടിച്ചിട്ടിരിക്കുന്നത്? കള്ളക്കടത്താണെന്ന് തോന്നുന്നു. സർ, ഡ്രൈവർ ആകെ വരണ്ടിരിക്കുക. ശരി, നിങ്ങളുടെ ജോലി നടക്കട്ടെ, വൈകുന്നേരം കാണാം. വരാം. അച്ഛാ, എന്താ പോളെ? ഇതാ അയ്യോ, എനിക്കിപ്പോ വേണ്ട, എനിക്ക് തീരെ ദാഹമില്ല. ഇത് ദാഹത്തിനുള്ളതല്ല, ഹോർലിക്സാ. അച്ഛൻ അസുഖം വരാതിരിക്കാൻ. അസുഖം വരാതിരിക്കാൻ ഹാർലിക്സ്? അല്ല, വേണ്ടെന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. എന്തോന്ന്? കഴുകിട മുഷിഞ്ഞതാ. അയ്യോ, അതൊക്കെ ഞാൻ മദനം ചെയ്തോളൂ വന്ന്. വേണ്ടച്ച, ഞാൻ തന്നെ കഴിയിട്ടോളാം. മദനം മാർക്കറ്റിൽ പോയിരിക്കാം. പാവം പെണ്ണ്. ചായ ചായ. അവിടെ വെച്ചൂടെ? കയ്യിൽ പിടിപ്പിച്ചു കിടന്നു എന്താ നിർബന്ധം? ഞാൻ തെറ്റുകാരിയാണ്. പക്ഷെ ഞാൻ അങ്ങേ വഞ്ചിച്ചിട്ടില്ല. എന്നോട് എന്തിനിങ്ങനെ ക്രൂരമായി പെരുമാറുന്നു? എന്നോട് സുവിശേഷമൊന്നും പറയണ്ട. ഒരു സ്ത്രീയെയും എനിക്ക് വിശ്വാസമില്ല. എന്റെ മുമ്പിൽ ഈ അഭിനയൊന്നും വേണ്ട. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ചായ കുടിക്കാം. കരയാൻ വേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം. ആരും അറിയാതെ അത് മൂടി വെച്ച് വേണമെങ്കിൽ എനിക്കെന്നെ വഞ്ചിക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ. എന്നിട്ടും എന്റെ മനോവേദന ആർക്കും മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാകും. അതിന് ഉത്തരവാദി ഞാനാണെന്നും അറിയാം. നമ്മൾ രണ്ടും എന്തിനിങ്ങനെ തീരുന്നണം? ദയവ് ചെയ്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കൂ. വീട്ടിലോ? അച്ഛനോട് ഞാൻ എന്ത് പറയും? അത് നടക്കില്ല. പിന്നെ എന്നെ ഇങ്ങനെ ക്രൂശിക്കാമെന്നാണോ? ശ്യാമള, ഇപ്പോഴെങ്കിലും എന്റെ പേരൊന്ന് വിളിച്ചല്ലോ. സുരേഷ്, അച്ഛൻ വിളിക്കുന്നു. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വന്നിട്ട് ഏറെ നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. അതല്ലേ നിന്നെ വിളിച്ചത്. ഇരിക്കൂ സുഷമേ. അച്ഛാ, എന്റെ ആത്മമിത്രമാണ് ജയൻ. ഞങ്ങൾ എപ്പോഴേ പരിചയപ്പെട്ട് കഴിഞ്ഞു. കുറെ കൂടെ നേരത്തെ വരണമെന്ന് കരുതുക. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കാറില്ലെന്നേ ഉള്ളൂ. 5 മണിക്ക് ഞാൻ ഡ്രസ് ചെയ്ത് തയ്യാറായിരുന്നതാ. കാത്തിരുന്ന് മുഷിഞ്ഞു. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ മോളെ. പോലീസുകാരനല്ലേ, ഏതെങ്കിലും കുറ്റവാളികൾ പുറകെ പോയി കാണും. എന്നാലും പറയുന്ന വാക്ക് പാലിക്കണ്ടേ? ഇവിടെ വിചാരം ഞാൻ മനഃപൂർവ്വം താമസിക്കുന്നതാണെന്ന്. ഏതായാലും നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. ശ്യാമള എവിടെ? മുകളിലുണ്ട്. നീ അവളെ ഒന്നിങ്ങോട്ട് വിളിക്ക്. എന്റെ ഒരു സുഹൃത്തും ഭാര്യയും വന്നിട്ടുണ്ട്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറണം. കൂടുതൽ സ്നേഹം അഭിനയിക്കണമെന്നല്ലേ? ശ്യാമള ഇരിക്കെ. ഇല്ല, ഞാൻ പിന്നീട് കഴിച്ചോളാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നേ. ശ്യാമളയ്ക്കത് വലിയ നിർബന്ധമാണ്. അവള് വിളമ്പിക്കൊടുത്ത് ആണുങ്ങൾ കഴിച്ചു കഴിഞ്ഞേ അവള് തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിച്ചാ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ നോക്കിട്ട് വെച്ചതാ. അതെനിക്കറിഞ്ഞൂടെ? ഞാൻ എന്നും ജയേട്ടന്റെ ഒപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനെന്നെ നിർബന്ധിക്കുന്ന ജയേട്ടൻ തന്നെയാ. എനിക്കും ശ്യാമളയുടെ ഈ ശീലത്തോടാണ് ഇഷ്ടം. ഒരു കണക്കിൽ അത് നല്ലതാ. വിളമ്പിത്തരാൻ ഒരാൾ എപ്പോഴും അടുത്തുണ്ടാകുമല്ലോ. എനിക്കാണെങ്കിൽ ശ്യാമള തന്നെ വിളമ്പണം. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എത്ര പ്രാവശ്യം ഞാൻ തന്നോട് ശുപാർശ ചെയ്ത വേഗം ഒരു കല്യാണം കഴിക്കാൻ. ഏതായാലും ഈ വയസ്സുകാലത്തെങ്കിലും സുരേഷേട്ടൻ കല്യാണം കഴിച്ചല്ലോ. വയസ്സുകാരോ? അവന്റെ തന്തയെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പം അത് വയസ്സുകാരോ? സത്യം പറയാമല്ലോ, ശ്യാമള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തനിക്ക് ചേർന്ന ഒന്നാന്തരം ഒരു കുടുംബിനി. ഞാൻ പറഞ്ഞു ശരിയല്ലയോ? ശരിയാ ചേട്ടാ. നല്ല പാകതയും അടക്കവും ഒതുക്കവും ഉണ്ട്. എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. അത് പിന്നെ തോന്നാതിരിക്കുവോ? പെണ്ണെന്ന് പറഞ്ഞാലേ അസൂയല്ലയോ? ഈ ചേട്ടൻ എന്ത് പറഞ്ഞാലും കുറ്റമാ. ഏതായാലും നല്ലൊരു കൂട്ടുകാരില്ലാത്ത എന്റെ ബോറടി മാറി. അതെങ്ങനെ? ഞാൻ വന്നുകൊണ്ടാണോ? ഇവിടെ മറ്റാരുമായി എനിക്ക് കമ്പനി ഇല്ല. സദാസമയം വീട്ടിൽ തന്നെ. ആ, നിങ്ങൾ സർക്കിറ്റ് ഒക്കെ തുടങ്ങിയോ? ഓ, ഇപ്പൊ ഹണിമൂണിന്റെ സമയമാണല്ലോ. എങ്ങും പോകാൻ സമയം കിട്ടില്ല അല്ലേ? ആഹാ, പെണ്ണങ്ങ് നാണിച്ചു പോയല്ലോ. ദേ നോക്കി, ഇനി നാണൊക്കെ അങ്ങ് കളയണം. കല്യാണം കഴിഞ്ഞാലുടൻ ഭർത്താവിനെ കയ്യിലെടുക്കണം. അതെങ്ങനെ? അയ്യോ മണ്ടി,
ഈ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. കല്യാണം കഴിഞ്ഞുള്ള 2 months കാലമാണ് പെണ്ണുങ്ങൾക്ക് അല്പം മാർക്കറ്റുള്ള സമയം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ പോയില്ലേ, പിന്നെ നമ്മളാ അവരെ വിടാത്തത്. അവര് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. ഏത്? അയ്യേ, എന്റെ അനുഭവമാ. ഇൻസ്പെക്ടറൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിലാ. വീട്ടിൽ വന്നാലേ ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ. എന്തോന്നാണ് നമ്മുടെ ശ്രീമതി തട്ടിവിടുന്നത്? ഭർത്താക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ട വിധത്തെ കുറിച്ച് ഞാൻ ശ്യാമളെ ക്ലാസ് എടുക്കുകയായിരുന്നു. ഓ, ഇതുപോലെ വാചകം കിട്ടിയ നമ്മളെ കൊണ്ട് പറ്റിയല്ല. ഇവളെ ഒരു വക്കീലാക്കിയാൽ എന്താന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ ഇതല്ലേ നിങ്ങളുടെ ബെഡ്റൂം? അതെ. പിന്നെന്താ 2 കട്ടിലും 2 ദിക്കി കിടക്കുന്നത്? അത് ശരിയാണല്ലോ. എന്ത് പറ്റി ശ്യാമളെ? അത് രാവിലെ ഇങ്ങനെ മാറ്റിയിടും, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാൻ പറ്റിയ സൗകര്യക്കുറവാ. പിന്നെ രാത്രി ഉറങ്ങാൻ സമയത്ത് 2 ചേർത്ത് ആരംഭിച്ചിടും. ഓ, അത് ശരി. ഞാൻ കരുതി കട്ടിലുകൾ നമ്മൾ പിണക്കമാണെന്ന്. ആ സുഷമേ, നമ്മൾ കൊണ്ട് സമ്മാനം എവിടെ? ആ, ഇത് സുരേഷിനുള്ള സമ്മാനമല്ല, ശ്യാമളയ്ക്കും അല്ല. എത്രയും വേഗം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് സുരേഷിന് കൊടുക്കണം. അവനുള്ള സമ്മാനം. സുരേഷ്, എന്താ നിന്റെ മുഖം വല്ലാതായത്? അല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേ ആയുള്ളൂ. അതിനു മുമ്പ് കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു. ഈടാ, നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2-3 വർഷമായില്ലേ? അത് ശരി. വരട്ടെ, അങ്ങനെ അങ്ങ് ധൃതിപ്പെട്ടാലോ? നമുക്കൊരു കൈ നോക്കിക്കളെ, അല്ലയോ വൈഫേ? ഈ ചേട്ടന് ഒരു നാണില്ലേ? ആ, സമയം വളരെയായി. വരട്ടെ. ആ, നാളെ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു വിരുന്നൊരുക്കുന്നുണ്ട്. 2 പേരും കാലേ കൂട്ടി എത്തിച്ചേർന്ന് ആ ചടങ്ങ് മംഗളമാക്കി തരണം. നാളെ തന്നെ വേണോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. നോ, വിരുന്ന് മാറ്റി വെക്കുന്ന പ്രശ്നമേ ഇല്ല. ഡോക്ടർക്ക് വല്ല സീരിയസ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അത് സുരേഷേട്ട ഉഴപ്പാൻ നോക്കുക. അത് എന്നോട് പറ്റിയല്ല. സുരേഷിനെയും പിടിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന ജോലി ശ്യാമള ഏൽപ്പിച്ചിരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ബായ്. വരൂ വൈഫൈ. വരട്ടെ. എത്രയും വേഗം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് സുരേഷിന് കൊടുക്കണം. അവനുള്ള സമ്മാനം. ആഹായിരുന്നോ? നീ ഇതിനകത്തുണ്ടായിരുന്നു? നീ നല്ലോണം പാടുമല്ലോ. അയ്യോ, അത് ഞാനല്ല. ഈ കാറിൽ ടേപ്പ് റെക്കോർഡറാ പാടിയത്. എന്റെ പൊന്നങ്ങനെ എനിക്ക് പാട്ടുകാരൊന്നും ആവണ്ട. പിന്നെ എന്റെ ലക്ഷ്യം വേറൊന്നാണ്. അതെന്താ? എനിക്ക് നല്ലൊരു ഡ്രൈവർ ആവണമെന്ന് ആഗ്രഹം. എന്നിട്ട് വേണം എനിക്ക് ഗൾഫിൽ പോകാൻ. ചതിക്കല പൊന്നാണ്. കൊള്ളത്തില്ല. അടുക്കള പണിയാനൊക്കെ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ പിരിച്ചുവിടാൻ ചെയ്യും? എന്നെ വഴിയാധാര വാക്കല്ല എന്റെ പൊന്നങ്ങനെ. അടുക്കള പണി ചെയ്തോളാമോ? ഓ, ചെയ്തോളാമേ. കാലമർത്തിക്കോളാമോ? എന്നാ നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ചേച്ചി, ഡോക്ടർ സാർ വിളിക്കുന്നു. അതെ, എവിടെ? മോളിലുണ്ട്. എന്നെ വിളിച്ചോ? വിളിച്ചു. അടുത്തു വരും. വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുമല്ലോ? അനുസരിക്കാം. വൈകുന്നേരം ഞാൻ വരുമ്പോ നീ ഒരുങ്ങി നിൽക്കണം. നമുക്കൊരുമിച്ച് പുറത്തേക്ക് പോകണം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ലേഡി ഡോക്ടറുണ്ട്. അവരെ ചെന്ന് കാണാം. എന്താ ഞെട്ടിയത്? ഇതാരും അറിയില്ല. ആ ലേഡി ഡോക്ടർ ഇത് നിസ്സാരമായി ചെയ്തു. അയ്യോ, അത് അപകടമാണ്. എന്താ പറഞ്ഞത്? അത് ഡോക്ടറായി ഞാൻ തീരുമാനിച്ചോളാം.
ഈ കുട്ടിയെ കൊണ്ട് നീ എന്നെ അച്ഛാന്ന് വിളിപ്പിക്കാനാണോ ഭാവം? വളരെയേറെ ആലോചിച്ചതിന് ശേഷം ഞാനെടുത്തൊരു തീരുമാനമാണിത്. ഇതിന് മാറ്റമില്ല. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാമെന്നില്ലേ അല്പം മുമ്പ് നീ പറഞ്ഞത്? എന്തനുസരിക്കാം, പക്ഷെ ഇതും അനുസരിക്കണം. എന്നോടൊത്ത് ജീവിക്കണമെന്ന് ആശയമുണ്ടെങ്കിൽ. ഈ യൂണിഫോമിനെങ്കിലും ഒന്ന് ബഹുമാനിച്ചൂടെ? അതിന് ഞാനെന്ത് ധിക്കാരം കാണിച്ചു? ഈ കാണിക്കുന്ന ധിക്കാരമല്ലേ? ധിക്കാരമോ? ഇതെന്റെ വയസ്സല്ലേ, എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തും എന്തും എന്നുവെച്ചാൽ? എന്ന് വെച്ചാൽ തോറ്റല്ലോ. തോറ്റു. അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കൂ. ഓ ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരണേ. സുരേഷേട്ടനെ ശ്യാമളയും ക്ഷണിച്ചിട്ടുള്ള കാര്യം മറക്കരുത്. അത് ഞാനേറ്റു, പക്ഷേ സദ്യ ഉഗ്രനായിരിക്കണം. പുതുമുല്ലപ്പൂവേ അരിമുല്ലപ്പൂവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂവേ. പുതുമുല്ലപ്പൂവേ അരിമുല്ലപ്പൂവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂവേ. നോറ്റു ഞാനിരുന്നു നീ വിരിയാൻ പൂവേ. കൂടിയാടാൻ എൻ കരളിൽ നീ വിടന്നു പൂവേ. നോറ്റു ഞാനിരുന്നു നീ വിരിയാൻ പൂവേ. കൂടിയാടാൻ എൻ കരളിൽ നീ വിടർന്നു പൂവേ. നീ ചിരിക്കു പൂവേ. നിൻ ചിരിയിൽ നിൻ പുഞ്ചിരിയിൽ നിൻ പുഞ്ചിരിയിൽ ഞാനെല്ലാം മറന്നിടട്ടെ. പുതുമുല്ലപ്പൂവേ അരിമുല്ലപ്പൂവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂവേ.
പൊൻകിനാവിൻ തേരിൽ വന്ന പൂങ്കതിരെ പോരൂ, നീലവിണ്ണിൻ താരകങ്ങൾ നിന്റെ കൂട്ടുകാരോ. പൊൻകിനാവിൻ തേരിൽ വന്ന പൂങ്കതിരെ പോരൂ, നീലവിണ്ണിൻ താരകങ്ങൾ നിന്റെ കൂട്ടുകാരോ. നീ നോക്കു പൂവേ, നിൻമിഴിയിൽ നിന്മാൻമിഴിയിൽ ഞാൻ മെല്ലെ അലിഞ്ഞിടട്ടെ. പുതുമുല്ലപ്പൂവേ, അരിമുല്ലപ്പൂവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂവേ. പുതുമുല്ലപ്പൂവേ, അരിമുല്ലപ്പൂവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂവേ. ഡോക്ടർ, യെസ്, ഓപ്പറേഷന് എല്ലാം റെഡി. ഗോപകുമാർ, ഐ എം നോട്ട് കീപ്പിംഗ് വെൽ ടുഡേ. യു പ്ലീസ് carry on. ഓക്കെ ഡോക്ടർ. മദന, ഒരു ചായ കൊണ്ടുവരൂ. ഡോക്ടർ അടുത്തേക്ക് പോകാൻ തയ്യാറായോ? നമ്മൾ ലേഡി ഡോക്ടറെ കാണാൻ പോകുന്നില്ല. ഞാൻ പിന്നെയും ആലോചിച്ചു. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ഇത് നശിപ്പിക്കുന്നില്ലെന്ന്. ഞാൻ എന്തിനു നിനക്കൊരു ശത്രുവാകുന്നു? ഞാൻ കൂടെ വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനെന്താ, പോകാം. പക്ഷേ യാത്ര ജയന്റെ വീട്ടിലേക്കാണ്. അവർ നമ്മളെ കാത്തിരിക്കുകയാവും. പോയി മുഖം വൃത്തിയാക്കി ഡ്രസ് മാറ്റിയിട്ട് വരും. ചെല്ല്. വേണമെങ്കിൽ അവൾക്കെന്നെ വഞ്ചിക്കാമായി. ഞാൻ ഈ ജീവിതത്തിൽ വളരെ സംതൃപ്തിയാണ് ശ്യാമളെ. ജയേട്ടൻ വളരെ നല്ലവനാണ്. ജയേട്ടൻ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രം. സുഷമയുടെ സംതൃപ്തി എനിക്കുണ്ട്. അദ്ദേഹം എത്ര നല്ലവനാണെന്നോ. എന്റെ അവസ്ഥ ആലോചിച്ചാൽ ഒരിക്കലും ഇത്രയും നല്ലൊരു പുരുഷനെ എന്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. നീ അങ്ങനെ അങ്ങ് താഴണ്ട. സുരേഷ് ഏട്ടന് തികച്ചും അനുയോജ്യമാണ് നീ. ഞാൻ ഭാഗ്യവതി തന്നെയാ സുഷമേ. എന്ത് കാര്യത്തിനും ഇവിടെ സമരം തന്നെ. ഇന്നലെ കറണ്ടില്ലായിരുന്നുകൊണ്ട് അത്യാവശ്യമായി നടത്തേണ്ടിയിരുന്ന ഒരു ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്നു. ആരോഗ്യയുടെ നില പരിങ്ങലിലാണ്. എന്ത് സമരമായാലും ജോലി ഞങ്ങൾക്ക് തന്നെയാ. പോലീസായി പോയില്ലയോ? ഇപ്പൊ പുതിയൊരു ജോലിയും കൂടെ ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റിന് കാവല് നിപ്പ്. ഹലോ, യെസ്. ഞാൻ ഉടനെ വരാം. സുഷമേ, എനിക്ക് ഉടനെ സ്റ്റേഷൻ വരെ പോണം. കണ്ടില്ലേ, ഈ ഒരു ദോഷം മാത്രമേ ഉള്ളൂ. പോലീസ് ആയാലും ഡോക്ടർ ആയാലും നേരം കാലം അറിയില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് പോകാനൊരുങ്ങോ? ഇനി നാളെ പോയപ്പോരെ ചേട്ടാ? പോരാ, ഇത് കാര്യം അല്പം ഗുരുതരമാ. കൊലപാതകം. കൊലപാതകമോ? അതെ, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായുള്ളൂ. അവക്ക് 3 മാസം ഗർഭം. നമുക്ക് ജോലിയാണ്. ഞാനൊന്ന് പ്രതി ചെയ്തിട്ട്.
ശ്യാമള ചേച്ചി ബോധം കിട്ടി വീണു. മോളെ 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 എന്ത് വെച്ചു മോളെ? കണ്ടു കൊടുക്കും മോളെ. ചേച്ചി ആ സോഫയിലോട്ട് എടുത്ത് കിടത്താം. താഴെ കിടന്ന തണുപ്പടി പിടിക്കാം. ഹലോ, സുരേഷ് ആണോ? അല്ല, അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ ഗോപകുമാറോ? ഇത് സുരേഷിന്റെ ഫാദറാണ്. ഉടനെ അറിയാമെന്ന് വിളിക്കണം. എന്താ കാര്യം? ഓഹോ, എങ്കിൽ ഞാൻ വരാം. ഭയപ്പെടാനൊന്നുമില്ല, നന്നായി വിശ്രമിക്കൂ. ശരീരം ഇളക്കുന്ന ജോലികളൊന്നും ചെയ്യരുത്. ഡോക്ടർ എന്താ കാര്യം? കുഴപ്പമൊന്നുമില്ല. തലച്ചുറ്റി വീണുകൊണ്ടാണ് എനിക്ക് പേടി. ഗർഭാരംഭകാലത്ത് തലച്ചുറ്റുണ്ടാകുന്ന സ്വാഭാവികമാണ്. ഗർഭിണിയാണെന്നോ? അതെ, അങ്ങ് അപ്പനാകാൻ പോകും. എന്റെ അഭിനന്ദനം. ഓക്കെ, നിങ്ങളുടെ കാര്യം ചെയ്യാൻ പാടില്ല. ശരീരം ഇളകാതെ സൂക്ഷിക്കണം. ഭാരമുള്ള സാധനങ്ങളൊന്നും പൊക്കിയെടുക്കരുത്. ഇനി എല്ലാ ജോലികളും ചെയ്യണം. ശ്യാമ എന്തെങ്കിലും ചെയ്യാൻ ഭാവിച്ചാൽ നീ സമ്മതിക്കാം. പറഞ്ഞ കേട്ടോ, ഗർഭാരംഭ കാലത്ത് വിശ്രമമാണ് ആവശ്യം. സുരേഷ്, നീ അറിഞ്ഞോടാ? എന്തൊന്ന്? ആ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ലേ? അത് തലചുറ്റായിരുന്നോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പഴേ പറഞ്ഞോളൂ. അതെ. ശ്യാമതിനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എടാ, ഞാൻ അപ്പനാകാൻ പോകുന്നു. അതാ അവർക്ക് തർപ്പിച്ചത് വന്നത്. എന്താണ് അതിന്റെ മുഖം പാടിയത്? അല്ലച്ചാ, അവള് എന്നോടൊന്നും പറഞ്ഞില്ലേ? അതെ, നാണം കൊണ്ടാ. ഇപ്പോഴത്തെ പെമ്പിളെല്ലാം അങ്ങനെ. കാര്യമൊന്നുമില്ലെങ്കിലും വലിയ നാളമാ. നീ മുകളിലോട്ടല്ലേ? ഇവിടെ വലിയ ബഹളമായിരുന്നു കേട്ടു. ഞാനൊന്നും അറിഞ്ഞതല്ല. അച്ഛനാണ് ബഹളം ഉണ്ടാക്കിയത്. ഇപ്പോ അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. സുരേഷ്, അയ്യോ അച്ഛൻ, നീ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? വേഗമാട്ടെ, കിടന്നോളൂ. വേഗം റെസ്റ്റ് എടുത്തോളൂ. മോള് കിടന്നോ? നീ മോളെ ചെക്കപ്പ് ചെയ്തോ? ഇല്ല ചാ. എന്താ കുഴപ്പമൊന്നുമില്ല. അത് പോരാ. വേറെ ഡോക്ടർ പരിശോധിക്കുന്ന എനിക്ക് തൃപ്തിയല്ല. നീ തന്നെ പരിശോധിക്കണം. അവർക്ക് നല്ല ക്ഷീണമുണ്ട്. നീ അവളെ നല്ലോണം ശ്രദ്ധിക്കണം. അത് ടോണിക്കൊല്ലും മാറ്റി കൊടുക്കണം. എന്നെ ആശുപത്രി ചികിത്സിക്കുന്നൊന്നുമല്ല. അവൾ നിന്റെ ഭാര്യയാണ്. അവളുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുട്ടിയാണ്. അങ്ങനെ ആവശ്യമില്ലാതെ കരയുന്നതെന്തിന്? അച്ഛൻ ചികിത്സിക്കാൻ നിർബന്ധിച്ചതിനാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അതെന്റെ ജോലിയാണ്. അങ്ങെപ്പോലെ അഭിനയിക്കാൻ എനിക്ക് വയ്യ. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് കുഞ്ഞിനെ വേണ്ട. ശ്യാമളെ, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഈ സമയത്തുണ്ടാകരുത്. എനിക്ക് നിന്നോട് യാതൊരു വെറുപ്പുമില്ല. നീ എന്റെ ഭാര്യയല്ലെന്ന് ഞാൻ പറയുകയുമില്ല. ഇങ്ങോട്ട് മാറി നിൽക്കണം. സാറേ, എന്റെ പേര് റഷീദ് എന്നാ. എടാന്നും പോടാന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഹേമാനിങ് അടുത്ത് വന്നേ. ഇൻസ്പെക്ടർ സാറേ, ഞാൻ കള്ളനും കൊലപാതകയൊന്നുമല്ല. എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? സാർ, ഇയാളെ ടൗണിൽ പലയിടത്തും സംശയകരമായ നില കണ്ടുമുട്ടാറുണ്ട്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ധിക്കാരമാണ് പറയാറ്. ഇയാള് ഭയങ്കര അഹങ്കാരിയ സാറേ. നിങ്ങളാരാ? എന്റെ പേര് റഷീദ്. ഒരു ജോലി തേടി ഞാൻ ഈ ടൗണിലെത്തി. ഞാനൊരു കുറ്റവാളിയൊന്നുമല്ല. അങ്ങനെയുള്ള എന്നോട് ഇവർ അപമര്യാദയെ പെരുമാറി. ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ സംസാരിക്കുന്ന അല്പം മയത്തിലായ കൊള്ളാം. എന്റെ സംഭാഷണം സാധാരണ ഇങ്ങനെയാ സാറേ. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്റെ സുഹൃത്തുക്കളായ ചില മുതലാളിമാരോടൊപ്പം താമസിക്കുന്നു. ചിലപ്പോൾ സുദർശൻ ഹോട്ടൽ, ചിലപ്പോൾ ടി വി, അല്ലെങ്കിൽ ഷാ ഇന്റർനാഷണൽ. മുതലാളിമാരുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? സുഹൃത്ത് ബന്ധം. ഒരുപാട് മുതലാളിമാരുമായി എനിക്ക് ബന്ധമുണ്ട്. അവർക്കൊക്കെ ഈ പട്ടണത്തിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ഞാൻ വേണം. ഞാനൊരു വരുമാനം കുറഞ്ഞ പാർട്ടിയാ സാറേ. നിങ്ങളെ കണ്ടാലേ തോന്നില്ലല്ലോ. അത് എന്റെ ഒരു പ്രത്യേകതയാ സാർ. ഓഹോ, ഏതായാലും നിങ്ങൾ പോലീസിന്റെ ഒരു നോട്ടപ്പുള്ളിയായിരിക്കും. ആവശ്യപ്പെടുമ്പോൾ വരേണ്ടി വരും. മനസ്സിലായോ? വരാം സാർ. ജെയിംസ്, യെസ് സാർ. ഈയുടെ അഡ്രസ്സും മറ്റു എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞേച്ചേക്ക്. യെസ് സാർ. വരൂ. വരൂ വരൂ ജയൻ, കുറച്ചാളായാലും കണ്ടിട്ട്. ജോലി തിരക്കുകൊണ്ടാണ്. വരണമെന്ന് വിചാരിക്കും. സമയം കിട്ടും. മോക്ക് സുഖമല്ലേ? ശ്യാമള എവിടെ? ശ്യാമള അടുക്കളയിലുണ്ട്. ഞാൻ വിളിക്കാം. ശ്യാമള, ഇങ്ങോട്ട് വരൂ. നോക്കൂ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന്.
അല്ല ഇതാര് വന്നിട്ട് വളരെ നേരമായോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കയറിയതേ ഉള്ളൂ. സുഷമയ്ക്ക് ശ്യാമളയെ കാണാതെ ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കുറെ ദിവസമായി ബഹളം. ഇന്നേ സമയം കിട്ടിയുള്ളൂ. മോൾ അങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട് വല്ലപ്പോഴേക്കും ഒന്ന് കാണാൻ പറ്റുന്നു. പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം വെറ്റുമ്പോഴേ ചേട്ടന് മനസ്സിലിയൂ. ആ ശ്യാമളക്കേട്ട ഇത് കൊണ്ടുവന്നത് എന്താ ഇത്? കുറച്ച് മധുരപലഹാരങ്ങൾ. വിശേഷം? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല. ഒരു ഗർഭിണിയെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും മധുരപലഹാരങ്ങൾ സമ്മാനിക്കണമെന്നാണ് ചൊല്ല്. അതുകൊള്ളാം. ഇങ്ങനെ എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് നടന്നാൽ മതിയോ? കുറെ മധുരപലഹാരങ്ങൾ സുഷമയ്ക്ക് സമ്മാനിക്കാനുള്ള അവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കി തരണം. മോളെ ഗർഭിണിയുടെ പേരും പറഞ്ഞാണ് മധുരപലഹാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഞങ്ങൾ കൂടെ പങ്കുവയ്ക്കണേ. നിനക്കിപ്പോ നല്ല ക്ഷീണമുണ്ടല്ലേ? ഈ സമയത്ത് എല്ലാ ഗർഭിണികൾക്കും ക്ഷീണം കാണും. എത്ര പെട്ടെന്ന് നിന്റെ വയറങ്ങ് വലുതായത്. ഒന്ന് പോടി. ഓ പെണ്ണങ്ങ് നാണിച്ചു പോയി. ഇതൊക്കെ ഒരു ഭാഗ്യമാ ശ്യാമളെ. എന്താ സുഷമ? 3.5 വർഷം കഴിഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഇതുവരെ കരയുന്നോ? ഇതെല്ലാം ദൈവം കൂടെ മനസ്സ് വെച്ചാലും നടക്കും. ഇനി ഞാൻ വിളിക്കാൻ ഒരു ദൈവം പോലും ബാക്കിയില്ല. സാരമില്ല, സമാധാനിക്കും. എല്ലാം ശരിയാവും. പ്രഷർ അല്പം കൂടിയിട്ടുണ്ട്. ആ കണ്ടില്ലേ കാലിൽ നീര് വന്നിരിക്കുന്നത്. ഏതായാലും ഇനി ഉപ്പ് കുറയ്ക്കണം. പ്രഷർ കൂടിയാൽ പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ വളരെ നല്ലത്. ചേട്ടാ ചേട്ടാ എന്താ പാല് കുടിക്കാതെ കിടന്നളഞ്ഞത്? എനിക്കിപ്പോ വേണ്ട, നീ കുടിച്ചോളൂ. ഞാൻ കുടിച്ചു. എഴുന്നേൽക്കൂ. അത് പറ്റില്ല, കുറച്ചുകൂടെ കുടിക്കും. പാമ്പിനെയാണ് അവൻ ഊഹിച്ചത്. ഞാനിത് സഹിക്കില്ല. നിനക്ക് നന്നായി വേദനിക്കുന്നുണ്ടല്ലേ? നെറ്റിയും ചുണ്ടുമൊക്കെ മുറിഞ്ഞല്ലോ. ശരീരത്തെ മുറിവ് എനിക്ക് നിസ്സാരമാണ്. മനസ്സിനാണ് മുറിവേറ്റത്. അവൻ എന്നെ നടു റോട്ടിലിട്ട് തല്ലി. ആൾക്കാരുടെ മുമ്പിലിട്ട് എന്നെ അപമാനിച്ചു. ചേടാ മണ്ട, നിനക്ക് അവളെയും കൊണ്ടെങ്കിൽ പോന്നാൽ പോരായിരുന്നു. അതായിരുന്നു എന്റെ ശ്രമം. അപ്പോഴാണ് അവൻ അവിടെ എത്തിയത്. അവനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ മനസ്സ് നൊന്ന പോലെ അവനെയും ഞാൻ നോവിക്കും. റഷീദ് ഒരു കാര്യം മനസ്സ് വെച്ചാൽ അത് നടത്തും. ഏതായാലും നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയല്ലോ. കേസ് നമുക്ക് പുല്ലാണ്. സാർ നോക്കിക്കോ, റഷീദ് ഇതിന് പകരം വിട്ടു. പകരം വിട്ടു സാറേ. അയ്യോ, മാമ്പൂ ചൂടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു. മാമ്പൂ ചൂടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു. നാണം കൊണ്ട് കവിളിട ചുവന്നു, നാണം വന്നു നുണക്കുഴി വിരിഞ്ഞു. മാമ്പൂ ചൂടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു. ഇളം പൂവ് കൊണ്ടൊന്ന് തൊടുവാൻ പോലും ഇനി മുതൽ ഞാനില്ല. ഇളം കാറ്റു നിന്നെ തൊടുവാൻ പോലും ഇനി മുതൽ പാടില്ല.
ഇനി മുതൽ പാടില്ല. ശ്രീമതിയേഴാം തിങ്കളണഞ്ഞു സീമന്ത കല്യാണ നാളു വന്നു. അടക്കാൻ വയ്യാത്ത ആശകളോരോന്നും മടിക്കേണ്ടെന്നോട് പറഞ്ഞോളൂ. ശ്രീമതി ഏഴാം തിങ്കളണഞ്ഞു സീമന്ത കല്യാണ നാളു വന്നു. ശ്രീമതി ഏഴാം തിങ്കളണഞ്ഞു സീമന്ത കല്യാണ നാളു വന്നു. അടക്കാൻ വയ്യാത്ത ആശകളോരോന്നും മടിക്കേണ്ടെന്നോട് പറഞ്ഞോളൂ. അമ്പലപ്പുഴ പാൽപ്പായസം, തിരുപ്പതി ലഡ്ഡു, കോഴിക്കോട് ഹൽവ, എന്താ വേണ്ടേ മടിക്കേണ്ടെന്നോട് പറഞ്ഞോളൂ. മാമ്പൂ ചൂടിയ മകരം കഴിഞ്ഞു, മണിക്കണ്ണി മാങ്ങയണിഞ്ഞു, കുംഭം മണിക്കണ്ണി മാങ്ങയണിഞ്ഞു. സന്ധ്യയ്ക്ക് താമരമലരുകൾ പോലെ സുന്ദരി നീയുമുറങ്ങി. സന്ധ്യയ്ക്ക് താമരമലരുകൾ പോലെ സുന്ദരി നീയുമുറങ്ങി. എൻ പൗരുഷമോ വാടാമലരായി നിൻ സ്നേഹത്തിന് പൂജയൊരുക്കും. സന്ധ്യയ്ക്ക് താമരമലരുകൾ പോലെ സുന്ദരി നീയുമുറങ്ങി. നീ എന്തിനാണ് തല്ലുന്നത്? നിലത്തിലെത്തി നാശമാക്കി. അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവനിത് വല്ലതും അറിയാമോ? നീ അവൻ തല്ലുന്നതിനാ? ചേട്ടനാ അവനെ വഷളാക്കുന്നത്. എന്താ ശ്യാമളെ, ഞാനങ്ങനെ പറഞ്ഞത് നിനക്കിഷ്ടമായി? ചേട്ടൻ ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തിക്കൂടെ? അഭിനയം? നീ എന്താ ഈ പറയുന്നത്? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കുന്നു, അതുപോലെ എന്തിനീ ധൈര്യമുള്ള അഭിനയം? അപ്പോ ഞാൻ അഭിനയിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? ശ്യാമളെ, അതെന്റെ മോനാണ്, എന്റെ രാജുമോൻ. അവനെ കാണാതെ ഒരു ദിവസം പോലും എനിക്കുറങ്ങാൻ കഴിയും. അത് നിനക്കറിയാമോ? എന്തൊക്കെയായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞ് ചേട്ടന്റെ ജീവിതത്തിൽ എന്നും ഒരു കരടായിരിക്കും. രാജുമോൻ എനിക്കൊരു കരടാണ്? ഒരിക്കലുമല്ല. നീ പഴയതൊക്കെ ഓർത്ത് എന്തൊക്കെയോ പറയുകയാണ്. ഞാനതൊക്കെ എന്നേ മറന്നു. ചേട്ടൻ പറയുന്നത് എന്താ വിശ്വസിക്കാനാവുന്നില്ലേ? ഇതൊന്നും ഞാൻ അഭിനയിക്കുന്നതല്ല. നീ ഒരു തെറ്റുകാരിയാണെന്ന് ഈയിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ ചിലതൊക്കെ സംഭവിച്ചെന്നിരിക്കും. അതിന് നാം ആരെയും ശിക്ഷിക്കാൻ പാടില്ല. നിന്നോട് എനിക്കൊരു സ്നേഹക്കുറവുമില്ല. നീ എന്റെ ഭാര്യയാണ്. നീ പ്രസവിച്ച രാജുമോൻ എന്റെയും മോനാണ്. ചേട്ടൻ എന്റെ ദൈവമാണ്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചേട്ടനല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. എന്തിനങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നത്? വരും, എഴുന്നേക്ക്. ചേട്ടാ, ചേട്ടാ,
എന്താ മോളെ? എത്ര നേരമായി ബാത്റൂമിൽ കയറിയിട്ട്? സ്റ്റേഷനിൽ പോകാൻ സമയമായി. നീങ്ങി വന്നേ. എന്തിനാ? ആ ഒന്ന് വരുന്നേ. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നാലേ കുളി നടക്കില്ല. പ്ലീസ് ഒന്ന് വരുന്നേ. കാര്യം എന്താണെന്ന് പറയൂ. അതേ, ഒരു രഹസ്യമാ, ചെവി പറയാം. ആ ഇങ്ങോട്ട് വരാൻ. ആ അയ്യോ, എന്ത് ചേട്ടാ ഇത്? അയ്യേ, ഈ ചേട്ടന് ഒരു നാണമില്ല. അതിലിപ്പോ നാണിക്കാൻ എന്തുവാ? ടൗലിങ് എടുത്തോണ്ടുവാ. ഞാൻ രാത്രി താമസിച്ചേ വരുമെന്ന് പറഞ്ഞാണോ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? പിന്നെ ചേട്ടൻ രാത്രി വൈകി വരുമെങ്കിൽ എനിക്ക് ആരാ കൂട്ട്? ഒരു വേലക്കാരി പോലും ഇല്ല. ഞാനതിന് ശ്രമിക്കുന്നില്ലെന്നാണോ നിന്റെ വിചാരം? സത്യം പറയാമല്ലോ മോളെ, ഒരു ഭർത്താവിനെ കിട്ടാൻ വളരെ എളുപ്പമാ, പക്ഷെ വേലക്കാരത്തെ കിട്ടാൻ പാടാ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. ഞാനൊരു കൊലപാതകം അറസ്റ്റ് ചെയ്യാൻ പോവായിരിക്കാൻ പറ്റുമോ? ഏയ്, ആരാ ചിരിക്കുന്നത്? ആ നല്ല ചിരി. നീ കേട്ടില്ലേ? ഇല്ല. ശ്രദ്ധിച്ചു നോക്കി. ഞാൻ കേൾക്കുന്നില്ല. എവിടെയാ? ദേ ഇവിടെ. ഓ ചേട്ടാ. വരട്ടെ മോളെ. വരട്ടെ മോളെ. ചേട്ടൻ നേരത്തെ വരണം. ചേട്ടാ, ചേട്ടൻ വരുന്നവരെ ഞാൻ ഉറക്കൊന്നും കാത്തിരിക്കും. ചായ കുടിച്ചോ? ചായയും കുടിച്ചു, കേക്കും തിന്നു. ഓ പിന്നെ എന്ത് കേക്ക് തിന്നു? രാജമണി, രാജമണി സുഷമ വലിയ ഇഷ്ടമാ. എപ്പോഴും ചോദിക്കും പോലീസ് ആൻറ്റി വരില്ലെന്ന്. പോലീസ് ആൻറ്റിയോ? അതെ. ഞാൻ കൊണ്ടുപോകാം. വേണ്ട അമ്മ, ഞാൻ ഒറ്റയ്ക്കോളാം. ഉള്ളൂ. അറിയൂടെ സമ്മതിച്ചിരിക്കും. വായി എന്നെ നടുറോട്ടിലിട്ട് ഇടിച്ച് നാണം കെടുത്തിയവന്റെ ഭാര്യയാണ് ഇവൾ. പകരം വിട്ടുവെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് റഷീദ്, ഇൻസ്പെക്ടറുടെ ഭാര്യ. അതെ, അവന്റെ ഭാര്യയാണ്. ഇന്ന് രാത്രി ഇവൾ നമ്മുടെയും ഭാര്യയാണ്. ഇതിനെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. ആന്റി, ഇത്രയും നല്ലൊരു പൂവിനെ നന്നായി ഒന്ന് മണപ്പിക്കാതെ ആരെങ്കിലും വിട്ടുകളയും? അതും ഈ തണുപ്പുള്ള രാത്രി. റഷീദേ, നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ആ ഇൻസ്പെക്ടർ അറിയില്ല. അറിഞ്ഞാൽ അത് അവളുടെ ഭാവിയെ തന്നെ ബാധിക്കും. കാര്യം കഴിഞ്ഞാൽ തിരിച്ചുവിട്ടേക്കാം, അത്ര തന്നെ.
കണ്ടാൽ ഇവിടെ തിരക്കില്ലേ? ആ, അയാൾ ഇപ്പൊ സ്ഥലത്തില്ല. രാത്രി കൂടെ ഇരുട്ടിയിട്ടേ വരൂ. അത് അറിഞ്ഞതുകൊണ്ടല്ലേ ഞാനിവിടെ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ, സാർ വേഗം കാര്യം നടത്തിയാട്ടെ. എന്നോട് അല്പം കരുണ കാണിക്കണം സർ. ഞാനൊരു പാവമാണ്. ഞാൻ ഗർഭിണിയാണ്. കരുണ കാണിക്കുന്നത് കൊണ്ടല്ലേ നിന്നെ തിരിച്ചു കൊണ്ടുവിടാമെന്ന് തീരുമാനിച്ചത്. എന്നെ വേഗം കൊണ്ടുവിടണം സർ. അത് നിന്റെ സഹകരണം പോലെ. വിടുന്നോളെ. റഷീദേ, എന്തു പറ്റി സാർ? അത് ലോറി ഇങ്ങോട്ടൊന്നല്ലോ, കാണുന്നില്ല. വാ പോയി നോക്കാം. ചേട്ടാ, താഴെ ആരെ വന്നിട്ടുണ്ട്. സുഷമ ഇവിടെ ഉണ്ടോ? വന്നില്ല സാർ. ഇല്ല. എന്താ ജയൻ? സുഷമയെ വീട്ടിൽ കാണുന്നില്ല. കാണുന്നില്ലല്ലോ. ഞാൻ കരുതി ഇവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് ഇവിടെ വന്നിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പ് പോവുകയും ചെയ്തു. സുരേഷ് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. വീട് തുറന്നു കിടക്കുന്നു. സുഷമയെ കാണാനുമില്ല. ധൈര്യമായിരിക്കും, സുഷമയ്ക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. അച്ഛാ, രണ്ടുപേരും കണ്ടില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. എന്തോ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. മോൾ സമാധാനമായിട്ടിരിക്കും. ചേട്ടൻ വരുന്നവരെ ഈ ഉറക്കം നീ കാത്തിരിക്കും. സുഷമേ, ഞാൻ വന്നു. സുഷമേ, ഞാൻ വരുന്നത് വരെ ഉറങ്ങാതെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ്
എനിക്കിനി ആരുണ്ട്? ഇനി എത്രയും വേഗം നമ്മൾ ഈ നഗരം വിടണം. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. ശരിയാണ്. വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പോലീസിന്റെ പിടിയിൽപ്പെട്ടത് തന്നെ. ഞാനിവിടെ വന്നത് ആ വിദേശിയുമായുള്ള ബിസിനസ് നടത്താനാണ്. 2 മണിക്കൂറുള്ളിൽ അത് നടന്നില്ലെങ്കിൽ അയാൾ മടങ്ങിപ്പോവും. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരിയായ ഒരു സ്ത്രീയെ അയാൾക്ക് കാഴ്ചവെച്ചാലേ കാര്യം നടക്കും. അതുടനെ ചെയ്യുകയും വേണം. റഷീദ് വിചാരിച്ചാൽ അത് നടക്കും. സാർ എന്താണ് ഈ പറയുന്നത്? ഒരു ഇൻസ്പെക്ടറുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ നഗരത്തിൽ നിൽക്കുന്നതിന് കുഴപ്പമാണ്. സാറിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ ആ ശ്യാമള. അവൾ നമ്മുടെ ഭീഷണിക്ക് വഴങ്ങണം മട്ടില്ല. അതിന് ശ്രമിക്കാമെന്ന് വെച്ചാൽ 2 മണിക്കൂർ നാം സാധ്യമല്ല. അതിന് ഞാനൊരു വഴി പറയാം. അമ്മ രക്ഷപ്പെട്ടതാണോ? ഇവിടെ താമസിച്ചിരുന്നവരെവിടെ? എനിക്കറിയില്ല സാർ. അറിയില്ലേ? പറയടാ. അവര് പോയി സാർ. അവര് നേരത്തെ പോയി. ഒരു ട്രക്കറിലാ പോയത്. എപ്പോഴാ പോയത്? വെളുപ്പിനെ. നമ്പർ അറിയാമോ? നമ്പർ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു പച്ച ട്രക്കറായിരുന്നു. ഹലോ, ശ്യാമളെ, ഞാൻ തമ്പിയാണ്. അത്യാവശ്യമായി ഇവിടം വരെ വരണം. നാണമില്ല നിങ്ങൾക്ക് എന്നോട് പറയാൻ? നിനക്കറിയാമോ, നിന്റെ മകൻ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. എന്റെ മോൻ രാജമോനെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. സംസാരിച്ച് സമയം കളയാനില്ല. നിന്റെ വീട്ടിന്റെ ഗേറ്റിൽ ഒരു പച്ച വണ്ടി വന്ന് കിടപ്പുണ്ട്. ആ വണ്ടിയിൽ കയറി നീ മാത്രം ഇവിടെ വന്നാൽ നിന്റെ രാജ്യമോന് ജീവനോടെ അല്പം താമസിച്ചാൽ. അയ്യോ വേണ്ട, ഞാൻ വരാം. എന്റെ കുഞ്ഞ്. ഹലോ 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 ഹലോ. കുഞ്ഞിനെ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയതാ. നീ അവിടെ നിൽക്കാൻ. എന്റെ കുഞ്ഞെവിടെ? വണ്ടിയിൽ കയറൂ. എവിടെ പോകുന്നത്? എന്ത് കുഴപ്പമുണ്ട്? ആരോടും പറയാതെയാണല്ലോ പോകുന്നത്. അതെ അതെ, ആ പച്ച ട്രക്കർ തന്നെ. അതെവിടെ കണ്ടാലും ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. ഉടനെ ഇവിടെ വരെ അറിയിക്കണം. ഓക്കെ.
അതെ. ആര്? ഓ, ജനാർദ്ദന പിള്ള അമ്മാവനാണോ? ആ, രാജുമോനെ. രാജുമോനെ കാണാനില്ല. ആരോ കിഡ്നാപ്പ് ചെയ്താണ്. രാജുമോനെ കാണുന്നില്ലെന്നോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ജയൻ സാറാണോ? ആ, പച്ചപ്രക്കറോ? എങ്ങോട്ടാ പോയത്? ഇനി ഞാൻ പറയുന്നത് അക്ഷരം പ്രതി നീ അനുസരിക്കും. എന്റെ മോൻ എവിടെ? മോനെ ജീവനോടെ കിട്ടണമെന്ന് ആശയുണ്ടെങ്കിൽ എന്നെ നീ അനുസരിക്കും. മര്യാദയ്ക്കാണ് മുറിയിലേക്ക് പോകാനാണ് പറയുന്നത്. നടക്കണേ. രാജശേഖരൻ തമ്പി, ഒരിക്കൽ നിങ്ങൾ എന്റെ ജീവിതം കശക്കിയെറിഞ്ഞു. സ്നേഹനിധിയായ ഒരു മനുഷ്യന്റെ ഭാര്യയാകാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നത്. രാജശേഖരൻ എന്റെ ജീവിതം പന്താടാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നിന്റെ വേദാന്തങ്ങൾക്ക് എനിക്ക് സമയമില്ല. അയാളപ്പുറത്ത് കാത്തിരിക്കുകയാണ്. ഹലോ, എന്നെ വിടൂ, എന്നെ വിടാൻ. എന്നെ വിടൂ. നീയാണ് രാജശേഖരൻ തമ്പി, ഇല്ലടാ? ആ കുട്ടിയെ രക്ഷിക്കണം.
നമ്മുടെ